ഹലോ, വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാറോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽ ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നോക്കാം. പ്ലീസ് ഗൈഡ് മീ എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് ഈ ഒരു ടൈമിൽ എന്താണ്? നോ കോണ്ടാക്ട് സിറ്റുവേഷൻ the views and the person the current feelings. Okay, grateful and receptivity. സോ ഈ രണ്ട് കാർഡ്സിൽ എനിക്ക് പ്രസന്റ് സിറ്റുവേഷനിൽ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ലൈഫിൽ ഒരു മേജർ ബ്രേക്ക് ത്രൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താണോ ഈ ഒരു കണക്ഷനിൽ എത്രമാത്രം നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ അത്രമാത്രം ഈ ഒരു വ്യക്തിയും ഈ ഒരു ടൈമിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇവർ വളരെയധികം ഡൗൺ ആണ്, ഡിപ്രസ്ഡ് ആണ്, ആൻസൈറ്റിയിലാണ്. നമ്മൾ പറയില്ല, ഒരു സോളോഡ് എനർജീസ് ആയിരിക്കും ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. ലൈക്ക് ദിസ്, ഞാനൊരു കാർഡ് കാണിക്കാം. ഈ ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ഒരു വ്യക്തിയുടെ കർമ്മഫലമാണെന്ന് പറയാം, അല്ലെങ്കിൽ ലൈക്ക് അതിനൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഈ ഒരു കണക്ഷനിൽ പലപ്പോഴും നിന്നിട്ടുള്ളത് ഒരു എന്താ പറയാ റിസീവിംഗ് മോഡിലാണ്. എപ്പോഴും ഒരു കണക്ഷനിൽ നമുക്ക് റിസീവിംഗ് മോഡിൽ നിൽക്കാൻ പറ്റത്തില്ല. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇമ്പോർട്ടന്റ് ആണ് ഒരു കണക്ഷൻ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ. പക്ഷെ ഈ ഒരു വ്യക്തി എപ്പോഴും ഒരു റിസീവിംഗ് മോഡിലാണ് ഇരുന്നിട്ടുള്ളത്. എപ്പോഴും എന്താ, നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം, നിങ്ങൾ കൊടുക്കുന്ന ലവ്, നിങ്ങൾ കൊടുക്കുന്ന കെയർ, നിങ്ങൾ പൈസ കൊടുത്ത് സഹായിക്കുകയാണെങ്കിൽ എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയാണ് നിന്നിട്ടുള്ളത്. ലൈക്ക് ഈ ഒരു എനർജി. പക്ഷെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നുള്ളത്. പക്ഷെ എപ്പോഴും ഇവർ ഇങ്ങനെയാണ്, നിങ്ങൾ കൊടുക്കണം എന്നുള്ള ഒരു എനർജിയിലാണ് ഇവർ നിന്നിട്ടുള്ളത്. ഒരു ഗിവർ എന്ന ലൈക്ക് നിങ്ങളൊരു ഗിവർ എന്നുള്ള ഒരു എനർജിയിലും ഇവരൊരു ടേക്കർ എന്നുള്ള ഒരു എനർജീസിലുമാണ് ഇവിടെ നിന്നിട്ടുള്ളത്. ഈ ഒരു എനർജി ഈ ഒരു ടൈമിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, യെസ്, ഇയാൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടല്ലോ എന്താണ് എന്റെ ആ ഒരു എനർജി എന്താണെന്ന് ഇയാൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ഇയാൾക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നോ, ഇപ്പോഴും ഇവർ ഈ ഒരു എനർജിയിലാണ് നിൽക്കുന്നുള്ളത്. റിസീവിങ് എനർജിയിലാണ്. ഇവിടെ നിങ്ങൾ കൊടുക്കണം. ഈ ഒരു കണക്ഷൻ വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ഈ ഒരു കണക്ഷൻ വേണ്ടി എഫോർട്ട് എടുക്കണം. ഇതാണ് ഇവിടെ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുള്ളത്. ഈ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, മൈക്ക് ഓൺ ആയോ നോക്കിയത്. സോ നമ്മളിപ്പം ഏതൊരു കണക്ഷനിലും എപ്പോഴും ഒരു റിസീവിങ് എനർജീസിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു എന്താ പറയാ ലൈക്ക് അങ്ങനെ നിന്ന് കഴിയുമ്പോഴേക്കും എന്താണ് ഈ ഒരു കണക്ഷനിൽ ഒരു സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ നമ്മളൊരു ഫൗണ്ടേഷൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, എപ്പോഴും ഇങ്ങനെ റിസീവിങ് എനർജിയിൽ നിൽക്കുന്ന കണക്ഷൻസ് ഒരിക്കലും സ്ട്രെങ്ത് ഉണ്ടാവില്ല. അതിന്റെ നമ്മൾ പറയില്ലേ, ബന്ധങ്ങൾക്ക് എപ്പോഴും എന്താ ഇഴചേർന്ന ബന്ധങ്ങളാവണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ അവിടെ ഒരു രണ്ടുപേർക്കും എഫോർട്ട് ഉണ്ടാവണം. രണ്ടുപേർക്കും മനസ്സിലാവണം എന്താണ് ആക്ച്വലി ആ ഒരു വ്യക്തിയുടെ വർത്ത് എന്താണെന്നുള്ളത് രണ്ടുപേർക്കും മനസ്സിലാവണം. അങ്ങനെ ഒരു വർത്ത് ഇല്ല, അല്ലെങ്കിൽ ആ ഒരു എനർജി അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ആ ഒരു കണക്ഷനിൽ പോയിട്ടും അവിടെ ഒരു എഫോർട്ട് എടുത്തിട്ടും കാര്യമില്ല. ഇവിടെ നിങ്ങൾ എപ്പോഴും ഒരു സൈഡിൽ നിന്നുള്ള എഫോർട്ട് മാത്രമേ ഈ ഒരു കണക്ഷൻ നിന്നിട്ടുള്ളൂ. ഈ ഒരു വ്യക്തിയായിട്ട് ഒരു എഫോർട്ട് നിങ്ങൾക്ക് എടുത്തിട്ടില്ല എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു മേജർ ബ്രേക്ക് ത്രൂ ആണ് ഈ ഒരു ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചില റിയലൈസേഷൻസ് ഉണ്ടാവുകയാണ്. ശരിക്കും നിങ്ങളുടെ വർത്ത് മനസ്സിലാവുകയാണ്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്ന എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സന്റെ ഫീൽ ചെയ്യുന്നത്. നമ്മൾ പറയത്തില്ലേ, ഇപ്പം നമ്മൾ ലൈക്ക് ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ മൈൻഡിൽ നിങ്ങളെ കുറിച്ചിട്ട് കുറെ തോട്ട്സുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവർ നിങ്ങളെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പം അവരിങ്ങനെയാണ്, ഇവരിങ്ങനെ ലൈക്ക് നമ്മൾ ചിന്തിക്കത്തില്ല എപ്പോഴും ഇവരെനിക്ക് എഫോർട്ട് എടുക്കും, ഇവരെന്റെ അടുത്തേക്ക് വരും, എനിക്ക് വേണ്ടി കണക്ഷനിൽ ഇവർ എല്ലാ തരത്തിലും ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും ഈ ഒരു കണക്ഷനിൽ എഫോർട്ട് എടുക്കും എന്നുള്ള ഒരു എനർജി ഉണ്ടല്ലോ, ഒരു മിഥ്യാധാരണ ഉണ്ടല്ലോ, നിങ്ങൾ ബ്രേക്ക് ചെയ്തു ഈ ഒരു ടൈമിൽ. കാരണം നിങ്ങൾ യാതൊരു തരത്തിലുള്ള എഫോർട്ടും ഈ ഒരു ടൈമിൽ എടുക്കുന്നില്ല, യാതൊരു തരത്തിലുള്ളൊരു എനർജീസും ഈ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നില്ല. ഇവർക്കൊരു നിങ്ങളൊരു ഗിവർ എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കാനായിട്ട് ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു ടൈമിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. അത് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിൽക്കാൻ റെഡിയാണ്. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു കണക്ഷൻ വേണ്ടി എഫോർട്ട് എടുക്കാൻ തയ്യാറല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിൽക്കാനും ആഗ്രഹിക്കുന്നില്ല. ഇതാണ് നിങ്ങളുടെ പ്രസന്റ് എനർജീസ് ആയിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഇപ്പം ഇവര് നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിച്ചു വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങളെ ലൈക്ക് എത്ര നിങ്ങൾ ഇതാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ അവരുടെ അടുത്തേക്ക് ബെഗ് ചെയ്ത് ചെല്ലും എന്നുള്ള ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജി നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഇവരുടെ ഓവർ ആയിട്ടുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. ലൈക്ക് നിങ്ങൾ വരും ഞാനായിട്ട് അങ്ങോട്ട് എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എഫോർട്ട് എടുക്കും എന്നുള്ള ഈ ഒരു വ്യക്തിയുടെ ആ ഒരു ഓവർ കോൺഫിഡൻസ് നിങ്ങൾ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു എനർജീസും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എപ്പോഴും ഒരിക്കലും നമ്മളെ ഒരു വ്യക്തി
നമ്മൾ പറയില്ലേ, ലൈക്ക് ഓരോ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അറിയാം എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നതെന്നുള്ളത്. ആ ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി നിന്നിട്ടുള്ളത്. ഈ ഒരു ടൈമിൽ ഇവര് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ, സെപ്പറേഷൻ ഈ ഒരു ടൈമിൽ ഇത്രയും ആയിട്ടുണ്ടാവും. ബട്ട് എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് കണക്റ്റഡ് ആവുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി എവിടെയാണ്, ഇവര് സുഖമാണോ എന്ന് നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷിക്കാത്തത്? അപ്പം ആ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വർത്ത്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ എത്രമാത്രം ഇവരുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിരുന്നു, എത്രമാത്രം വലിയൊരു റോൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾ വഹിച്ചിട്ടുണ്ടെന്നുള്ള ഒരു റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു എനർജീസിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു ടൈമിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, കറന്റ് ഫീലിംഗ്സ് എന്താണ്? ഐസൊലേഷൻ, ഞാൻ പറഞ്ഞില്ലേ വളരെ ഡൗൺ ആയിട്ടുള്ള ഐസൊലേഷന്റെ എനർജീസ് എവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്? എനിക്ക് തോന്നുന്നു നിങ്ങൾ കൂടുതലായിട്ട് സ്പിരിച്വാലിറ്റിയിൽ ബിലീവ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ എന്തെങ്കിലും ടെക്നിക്സ് ട്രൈ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ പ്രേയേഴ്സ് ചെയ്യുന്നുണ്ടാവാം. ബിക്കോസ് നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ ജസ്റ്റിസ് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണം. കാരണം നിങ്ങൾ ഒത്തിരി അധികം ഈ ഒരു കണക്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഒത്തിരി അധികം ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ എല്ലാ തരത്തിലും നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു എനർജിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു സ്നേഹത്തിന് ഈ ഒരു വ്യക്തിക്ക് റിട്ടേൺ തരാൻ പറ്റിയില്ലെങ്കിൽ യൂണിവേഴ്സ് എനിക്ക് ജസ്റ്റിസ് തരണം എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ഒന്നും അല്ല. ബട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ച് പേരെങ്കിലും സ്പിരിച്വാലിറ്റിയിൽ കൂടുതലായിട്ടും ഇന്നർ വർക്ക് ചെയ്യുന്നുണ്ടാവാം യൂണിവേഴ്സിന്റെ. എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഈ ഒരു റീഡിങ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സ്, ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടുള്ളത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമായിരിക്കണം. ഓക്കെ, ഫോർ സം ഓഫ് യു ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ്. നിങ്ങളെ സ്പിരിച്വാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കും. വളരെ റെയർ ആയിട്ടുള്ള കേസസിൽ ഇതൊരു കാർമിക് കണക്ഷൻസ് ആവാനുള്ള സാധ്യതയാണ് ഉള്ളത് കേട്ടോ. സോ അപ്പൊ എനിക്ക് ആ ഒരു എനർജീസ് ആണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ടോട്ടലി ഇപ്പൊ സ്പിരിച്വൽ ആയേക്കുക. ടോട്ടലി നിങ്ങൾ സ്പിരിച്വൽ ആയെന്ന് നിങ്ങൾ പ്രേയേഴ്സ് ചെയ്യുന്നു, നിങ്ങൾ ഇന്നർ വർക്ക്സ് ചെയ്യുന്നു, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നു, അങ്ങനെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്നുണ്ട്. സോ മേ ബി അതിനുള്ള ഒരു റിസൾട്ട് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. യൂണിവേഴ്സ് നിങ്ങളുടെ ഫേവറിൽ നിങ്ങൾക്കുള്ള ആ ഒരു ജസ്റ്റിസ് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മൾ ലൈക്ക് ഈ ഒരു വ്യക്തിക്ക് ഇതുവരെ റിഗ്രഷൻ ഒന്നും ഉണ്ടാവാത്ത ഒരു വ്യക്തിയാണ്. ഇവർ ചെയ്തതിന്റെ റിഗ്രഷൻ ഇതുവരെ ഇവർക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ഒരു മൊമെന്റിൽ ഇവർക്ക് റിഗ്രഷൻ ഉണ്ടാവുന്നുണ്ട്. എക്സാക്ട് ഇവർ എന്താണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്നുള്ള ഒരു റിയലൈസേഷൻ യൂണിവേഴ്സ് ആയിട്ട് ഇവർക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു എനർജീസ് ആണ് ഈ ഒരു വ്യക്തിയിൽ ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇവർ ശരിക്കും പറഞ്ഞാൽ വളരെ സ്ട്രെസ് ഫീൽ ചെയ്യുക. സ്ട്രെസ് ഫീൽ ചെയ്യുന്ന ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് പറയില്ല സ്ട്രെസ്ഡ് ആണ്. പക്ഷെ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ഹാപ്പി ആണെന്ന് കാണിക്കുന്നുണ്ട്, പക്ഷെ ശരിക്കും ഇയാൾ ഒത്തിരി അധികം സ്ട്രെസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇയാളുടെ ലൈഫിൽ. ജസ്റ്റ് റീസെന്റ് ആയിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ ഇവർ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഈ ഒരു വ്യക്തിയെ ബാക്കിൽ നിന്ന് കുത്തിയിട്ടുണ്ടാവാം. ഇവർക്ക് ഒരു ആ സെയിം ഡിസെപ്ഷൻ ഇവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു സെയിം എനർജി ഈ ഒരു വ്യക്തിക്ക് ആ ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഇവരുടെ ലൈഫിലുള്ള വേറെ ഏതെങ്കിലും അത്രയും ട്രസ്റ്റ് ചെയ്ത് കൊണ്ട് നടന്നിട്ടുള്ള ഒരു വ്യക്തി കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു പെയിനിലൂടെയാണ് ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ ഈ ഒരു കറന്റ് സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ ഓവറോൾ ഇവരുടെ ലൈഫിന്റെ എനർജീസ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും ശരിയല്ല, അവരുടെ പേഴ്സണൽ ലൈഫിലും അത്രയ്ക്കും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഓവറോൾ എല്ലാ ഏരിയസിലും ഈ ഒരു വ്യക്തിക്ക് ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ടോട്ടലി ഒരു ബ്രേക്ക് ത്രോഡ് എനർജീസ്, ഒരു ഐസൊലേഷൻ പീരീഡിന്റെ എനർജീസ് ആണ് ഈ ഒരു വ്യക്തിക്ക് ഉള്ളത്. ഈ എക്സ്പീരിയൻസിന്റെ കാർഡ് ബോട്ടം എനർജി ആയിരുന്നു നേരത്തെ, പക്ഷെ ഈ ഒരു ടൈമിൽ ഇതാ വന്നിരിക്കുന്നത് വലിയൊരു ലൈക്ക് എന്താ പറയാ ഈ എക്സ്പീരിയൻസിന്റെ കാർഡ് അഗെയിൻ വന്നിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഈ ഒരു വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. എക്സാക്ട് എന്താണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത്, എന്താണ് ഒരാളെ ചതിക്കുമ്പോഴേക്കും ഉള്ള ആ ഒരു പെയിൻ എത്ര മാത്രം ഉണ്ടാകും. നിങ്ങൾ അത്രയും ബ്ലൈൻഡ് ആയിട്ട് ഈ ഒരു വ്യക്തിയെ വിശ്വസിച്ചിട്ടുണ്ടാവും. ഈ ഒരു വ്യക്തിക്കും അതറിയാം, യെസ് ആ ഒരു വ്യക്തി എന്നെ അത്രമാത്രം ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ ആ ഒരു മേ ബി ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ കണക്ഷനിലുള്ളതെങ്കിൽ തേർഡ് പാർട്ടി ഇവരെ പറ്റിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറയില്ലേ ഒരു കാര്യം ഒരു ലൈക്ക് അതുപോലെ തന്നെ സെയിം അത്രയും ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഒരു ഇമോഷൻസും ഫീലിങ്സും ഉണ്ടാവുന്ന ടൈമിലായിരിക്കും മനസ്സിലാവുന്നത് എന്നെ സ്നേഹിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് എത്രമാത്രം ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഹേർട്ട് ആയിട്ടുണ്ട്. നമ്മൾക്കത് വരുമ്പോഴായിരിക്കും നമുക്ക് മറ്റുള്ളവരുടെ അനുഭവം പറയുമ്പോൾ നമുക്ക് അത്രയ്ക്കേ ഉള്ളൂ എന്നുള്ളൊരു എനർജിയാണ്. അതേസമയം നമുക്കത് വരുവാണെങ്കിലോ നമുക്ക് റിയലൈസ് ആവും എക്സാക്ട് ആ ഒരു വ്യക്തി എങ്ങനെയായിരുന്നു ആ ഒരു കാര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത്, എങ്ങനെയായിരിക്കും അതിൽ അതിജീവിച്ചിട്ടുള്ളത് എന്നുള്ള റിയലൈസേഷൻ ഉണ്ടാവും. ഇവർ ഒത്തിരി അധികം ഇവർക്ക് ഇപ്പൊ ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ പറ്റിച്ചു കഴിഞ്ഞാൽ, ഒരാളുടെ അടുത്ത് ടോക്സിക് ആയിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ
എങ്ങനെയായിരിക്കും ആ ഒരു വ്യക്തി ഇത്രയും ട്രസ്റ്റിൽ നിന്നിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് എത്രമാത്രം ഹേർട്ട് ചെയ്യും, എത്രമാത്രം ലൈക്ക് ഇപ്പൊ തേർഡ് പേഴ്സൺ ആണെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയുടെ ഫ്രണ്ടിൽ നന്നായിട്ട് ചിരിച്ച് കളിച്ച് ഇവർക്ക് വേണ്ടി നല്ലതാണ്, ഇവർക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു എനർജിയിലായിരിക്കും നിന്നിട്ടുള്ളത്. പക്ഷെ ഈ ഒരു മൊമെന്റിൽ ആ ഒരു എനർജി, ആ ഒരു തേർഡ് പേഴ്സന്റെ എനർജീസ് അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും അത്രയും ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഈ ഒരു വ്യക്തിനെ മാനിപ്പുലേറ്റ് ചെയ്തു, ഇവരെ സ്റ്റെപ്പ് ബാക്ക് ചെയ്തു, ഇവരെ ചതിച്ചു എന്നുള്ള ഒരു എനർജി വന്നപ്പോൾ ഇവർക്ക് നിങ്ങളുടെ പെയിൻ മനസ്സിലാവുന്നുണ്ട്. മേ ബി എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ച് ഈ ഒരു വ്യക്തിയോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. ഇന്ന് നീ എന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നീ അത്രയും വിശ്വസിക്കുന്ന ഒരാൾ നിന്നെ ചതിക്കുന്നുണ്ടാവും എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ ആ ഒരു പെയിൻ, ഞാൻ ഇപ്പൊ അനുഭവിക്കുന്ന ഈ ഒരു പെയിൻ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നിങ്ങൾ അനുഭവിക്കുമെന്ന് നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇവർ ഓവർ കോൺഫിഡൻസിൽ പറഞ്ഞിട്ടുണ്ടാവും നോ, അങ്ങനെ സംഭവിക്കാനേ വഴിയില്ല എന്ന് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു എനർജീസും എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണെന്നോ കോൺടാക്ട് സിറ്റുവേഷനിൽ പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എക്സിസ്റ്റൻസിന്റെ കാർഡാണ് വന്നിട്ടുള്ളത്. ഇത് ബോട്ടംസ് എനർജീസ് ആയിട്ട് വന്നിട്ടുള്ളതായിരുന്നു. ഓക്കെ, ഈ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ വോർത്ത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വാല്യൂ നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം ഇവിടെ കണ്ടീഷനിങ്ങിന്റെ കാർഡാണ് വന്നിട്ടുള്ളത്. സി, ഈ കണ്ടീഷനിങ്ങിന്റെ എനർജി കണ്ടോ? ലൈക്ക് കുറെ ഷിപ്പുകളാണ് ആ കൂടെ ഉള്ളത്. അതിന്റെ കൂടെ ആ ഒരു സിംഹം വിചാരിക്കുന്നുള്ളത് സിംഹത്തിന്റെ കുഞ്ഞാണ്. അത് വിചാരിക്കുന്നത് അതും ഒരു ആടാണെന്നാ വിചാരിക്കുന്നത്. പക്ഷെ അത് അങ്ങനല്ല, അതിന്റെ വാല്യൂ ഒത്തിരി ഉണ്ട്. നിങ്ങൾ ഈ ഒരു ടൈമിൽ അറിഞ്ഞോ അറിയാതെ ലൈക്ക് ഈ ഒരു കണക്ഷൻ ഒത്തിരി അധികം ബെഗ് ചെയ്ത് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് റിയലൈസ് ആയിട്ടുണ്ട്, ആരെങ്കിലും നിങ്ങളെ ഗൈഡ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതൊക്കെയോ രീതിക്ക് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പവർ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഒരു വാല്യൂ ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇപ്പൊ ഈ ഒരു ടൈമിൽ പോകുന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീലിംഗ് ആണ്. നിങ്ങൾ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒത്തിരി അധികം ഹീലിംഗ് ഇമ്പോർട്ടന്റ് ആണ്. സോ നിങ്ങൾ ലൈക്ക് നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ യാതൊരു ഹോപ്പുമില്ല. ഉള്ള ഒരു ഹോപ്പ് എന്ന് പറയുന്ന ആകപ്പാട് യൂണിവേഴ്സാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ സെപ്പറേഷൻ ആയിട്ട് ലോങ് ടൈം ആയിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ഫേസിൽ നിങ്ങൾക്ക് ആവശ്യം, നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോഴും ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ആണ് ഈ ഒരു ടൈമിൽ ആവശ്യം. വേണ്ടത് ഹീലിംഗ് ആണ്. നിങ്ങൾക്ക് നിങ്ങളെ ഹീൽ ചെയ്യണം. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഈ ഒരു പെയിനിന്, ഇവരോടുള്ള ഈ ഒരു ഇഷ്ടത്തെ നിങ്ങൾക്ക് ഓവർകം ചെയ്യണം. ആ ഒരു എനർജി നിങ്ങൾക്ക് ഹീൽ ആയിക്കൊണ്ടിരിക്കണം. എനർജി നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹീൽ ചെയ്യുകയാണ്. പലരും 7 ചക്ര മെഡിറ്റേഷൻസ് ചെയ്യുന്നുണ്ടാവും, ഹെയർ ചക്ര ഹീലിംഗ്സ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ തേർഡ് ഐ ചക്ര, അല്ലെങ്കിൽ ചിലരൊക്കെ എനിക്ക് തോന്നുന്നു 7 ചക്ര ഹീലിംഗ്സ് തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ ലൈഫിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു എനർജീസും എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. Give me one card. ക്ലെൻസിങ് ടു ദ പാസ്റ്റിന്റെ എനർജീസ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു കാർഡ് ഇവിടെ വന്നിരിക്കുന്നതിന് മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലെൻസിങ് ടു ദ പാസ്റ്റ് മീൻസ് ലൈക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണോ എക്സാക്ട് നടന്നിട്ടുള്ളത് അതിലുള്ള ആ ഒരു കാര്യങ്ങളെയൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ഈ ഒരു വ്യക്തി പറ്റിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ അതിനെ നിങ്ങൾ ക്ലിയർ ചെയ്ത് നിങ്ങളൊരു ഹീലിംഗ് ഫേസിലേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു എനർജീസ് പലപ്പോഴും പലരും നമ്മളെ പറ്റിച്ചിട്ട് പോകുന്ന ഒരു എനർജീസ് നമ്മുടെ മൈൻഡിൽ അത്രയും ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ കിടക്കുന്നുണ്ടാവും. അത് ഹീൽ ആവാൻ കുറച്ച് പാടായിരിക്കും. പക്ഷെ നിങ്ങൾ ഇവർ നിങ്ങളെ പറ്റിച്ചിട്ട് പോയിട്ടുള്ള ആ ഒരു മുറിവ്, ആ ഒരു വുഡിനെ നിങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ സെൽഫ് ലവ് ട്രൈ ചെയ്യാണ്, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു എനർജീസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഉള്ളത്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സൺ എന്തെങ്കിലും വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കുന്നു, എന്തെങ്കിലും ആക്ഷൻസ് എടുക്കുമോ? ഈ ഒരു സിറ്റുവേഷൻസിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുമോ ഡിവൈൻ? ഇന്നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടാവുമോ? ഓക്കെ, നല്ലൊരു എനർജിയാണല്ലോ. 6 ഓഫ് വാൻഡ്സ് വിത്ത് 10 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു കണക്ഷനിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവും. സോ ഡോണ്ട് വറി കേട്ടോ. ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ലൈക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു സ്നേഹം, ആ ഒരു കെയർ, ആ ഒരു എനർജീസ് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടാവും. ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. കാരണം ഈ ഒരു ടൈമിലും ഇവർ ലൈക്ക് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ കൂടെയാണ്. ആ ഒരു എനർജീസ് ആണ്
നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കണക്ഷൻ വേണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കണക്ഷൻ മുന്നോട്ടേക്ക് പോകണം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്, ആ ഒരു എനർജിയിലേക്ക് ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ ഫേവറിൽ വരുന്നുണ്ടാവും. ആ ഒരു എനർജീസ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ടൈമിൽ ഇവരും ഇവരുടെ ആ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ഒരു കണക്ഷൻ ഇവിടെ ഒരു പ്രോഗ്രസ് വേണം ഇവരും ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ലെവലിൽ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പറയത്തില്ലേ, ഒരു വീഴ്ച സംഭവിക്കുമ്പോഴായിരിക്കും ആൾക്കാർ ആഗ്രഹിക്കുന്നത് നമ്മളെ അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവണം, നമ്മളെ കേൾക്കാൻ ഒരാൾ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇവരുടെ ഇത്രയും ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിൽ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടാവണം, നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ ഇവരെ ഹീൽ ചെയ്യണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഹൗ അതറിയത്തില്ല ഈ ഒരു വ്യക്തിക്ക് എങ്ങനെ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ എനർജിയിൽ നിൽക്കുകയാണ്. ഒരു മൊത്തത്തിലൊരു എന്താ പറയാ, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ഒരു അല്ലെങ്കിൽ എന്താ പറയാ, ഒരു എന്തോ ചെയ്യണം എന്ന് ആൾക്കറിയുന്നില്ല ഈ ഒരു ടൈമിൽ. ആകെപ്പാടെ ഒരു മൊത്തത്തിൽ അങ്ങ് സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. ഇവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സഡൻ ചേഞ്ചസ് ഉണ്ടായിട്ട് ഈ ഒരു കണക്ഷനിൽ ഒരു മിറാക്കിൾ ഉണ്ടായി, നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് കണക്റ്റഡ് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കാരണം ഇവർക്ക് എഫേർട്ട് എടുക്കണ്ടല്ലോ. എന്തെങ്കിലും ഒരു മിറാക്കിൾസ് സംഭവിച്ച് ഈ ഒരു കണക്ഷൻ പഴയതുപോലെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് വൈ ഹിയർ ഈസ് ഐസൊലേഷൻ ഡിവൈൻ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അടുത്ത് വല്ലാത്തൊരു ഹോമി വൈബായി ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് ഇവർ എക്സാക്ട് എന്താണോ ആ ഒരു രീതിക്ക് നിങ്ങളുടെ അടുത്ത് ഈ ഒരു വ്യക്തിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. നമുക്കിപ്പം ഒരു വ്യക്തിയിൽ നിന്ന് ആവശ്യം എന്താണ്, നമ്മുടെ പാർട്ട്ണറിന്റെ അടുത്താണ്, നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ അടുത്താണ്, നമ്മൾ എക്സാക്ട് എന്താണോ അത് നമ്മൾ ഹെസിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടാവണം. ആ ഒരു എനർജി ഉണ്ടല്ലോ, ഞാൻ ഇതാണ് എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുക. ആ ഒരു എനർജിയിൽ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ അടുത്ത് ഈ ഒരു വ്യക്തിക്ക് പലപ്പോഴും നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ ഇവർക്ക് ഓപ്പൺ അപ്പ് ആവാനായിട്ട്, ഇവരുടെ പ്രശ്നങ്ങൾ പറയാനായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് സ്വീകരിക്കുന്നവരായിട്ടും ആരും ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. ആ ഒരു വ്യക്തികളൊന്നും ഇവരുടെ ലൈഫിലുള്ള ഒരു വ്യക്തികൾ ഈ ഒരു വ്യക്തി അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ തയ്യാറല്ല എന്നുള്ള ഒരു എനർജീസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്കിൽ 9 ഓഫ് പെന്റാക്കിളിന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, എർത്ത് സൈൻ. ഓക്കെ, ജെമിനി, ലിബ്ര, അക്വേരിയസ്, എയർ സൈൻ, ക്യാൻസർ, സ്കോർപിയോ, പൈസിസ്, വാട്ടർ സൈൻ, ഫയർ സൈൻ, ഏരീസ്, ലിയോ, സെജിറ്റേറിയസ്. ഇതിൽ പ്രോമിനന്റ് ആയിട്ട് പൈസസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. ദെൻ നമുക്ക് ഇവിടെ ലിയോ പ്രോമിനന്റ് ആയിട്ടുണ്ട്. ദെൻ നമുക്ക് ജെമിനി. ഇവിടെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇവിടെ ലൈക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ത്രോട്ട് ചക്രയിൽ ഫോക്കസ് ചെയ്യാട്ടോ. നിങ്ങളിപ്പം ഞാൻ നിങ്ങളുടെ കാര്യം ഉദ്ദേശിക്കുന്നത്, ചില ആളുകളുണ്ടല്ലോ നിങ്ങളുടെ പാർട്ട്നേഴ്സോട് നിങ്ങൾ അങ്ങോട്ടേക്കായിരിക്കും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു എനർജീസിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ത്രോട്ട് ചക്രയിൽ വർക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ ഇവിടെ ക്രൗൺ ചക്രയുടെ എനർജീസ് നമുക്ക് വന്നിട്ടുണ്ട്. ഈ ക്രൗൺ ചക്രയുടെ എനർജീസ് വന്നിട്ടുള്ളത് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ കൂടുതൽ ഫോക്കസ് ആവുന്നതുകൊണ്ടാണ് ത്രോട്ട് ചക്രയുടെ എനർജീസ് ക്രൗൺ ചക്രയുടെ എനർജീസ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. എക്സ്പീരിയൻസിങ് ഇപ്പൊ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഇപ്പം നിങ്ങൾ ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഇവരെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാ. ഇപ്പൊ ഇവർക്ക് നിങ്ങൾക്കൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യണം എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാൻ തയ്യാറല്ല. നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയി എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. ബോട്ടം ഓഫ് ദി ഡെക്കിൽ 5 ഓഫ് പെന്റാക്കിളിന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പം ഈ ഒരു വ്യക്തി ഇപ്പം നിങ്ങളിനി ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിനൊന്നും നിങ്ങൾ തയ്യാറാവത്തില്ല എന്നുള്ളൊരു ഫിയർ ഈ ഒരു വ്യക്തിയെ ബാക്കിലേക്ക് വലിക്കുന്ന ഒരു എനർജീസ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോ മൂവ് ഓൺ ചെയ്ത് ഈ ഒരു വ്യക്തി മാത്രമാണ് ഇപ്പൊ ഈ ഒരു കണക്ഷനിൽ അവശേഷിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് യാതൊരു ചിന്തയില്ല, നിങ്ങൾ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ഒന്നും ചിന്തിക്കുന്നില്ല, നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ളൊരു മട്ടുഭാവത്തിലോ നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് എക്സാക്ട്ലി അതല്ല, നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ വേണം, ഈ ഒരു വ്യക്തി റിട്ടേൺ വന്നാൽ നിങ്ങൾ ഇപ്പോഴും സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ള ഒരു എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഈ ഒരു എനർജി വളരെ നല്ലൊരു എനർജിയാണ്. നമുക്കും വാല്യൂ തരണം, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം എന്നുള്ളൊരു ചിന്ത വരുമ്പോഴേക്കും നിങ്ങൾ അവൈലബിൾ ആണെങ്കിൽ ഒരിക്കലും ഈ ഒരു തോട്ട്സ് ഇവിടെ വരത്തില്ല. നിങ്ങൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു തോട്ട്സ് ഇവിടെ, ഈ ഒരു ചിന്ത ഇവിടെ ഈ ഒരു വ്യക്തിക്ക് വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. Why here is existence? ഞാൻ
ഓൾറെഡി പറഞ്ഞില്ലേ, നിങ്ങൾ ആരോ ഇവിടെ നല്ല രീതിക്ക് മാനിഫെസ്റ്റേഷൻസോ മെഡിറ്റേഷൻസോ ഏതാണ്ടൊക്കെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഈ വർക്കുകളെല്ലാം വർക്ക്ഔട്ട് ആവുന്നുണ്ട്. ഇത് നോക്കി 8 ഓഫ് പെന്റിക്കിളിന്റെ എനർജീസ് ആണ്. സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾ അത്രയ്ക്ക് ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ അങ്ങ് സ്പിരിച്വാലിറ്റി അങ്ങ് മുറുകെ പിടിച്ചേക്കുകയാണ്. അത്രയ്ക്ക് ഇന്റൻസ് ആയിട്ടുള്ള രീതിക്ക് നിങ്ങൾ എഫോർട്ട് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ എഫോർട്ടിനൊക്കെ ഒരു റിസൾട്ട് വരാൻ പോവാണ് വെരി സൂൺ. വിതിൻ ദ 8 വീക്സ് ഓർ ഈ 8 മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എഫോർട്ടിനുള്ള, നിങ്ങൾ എടുത്തിട്ടുള്ള എഫോർട്ടിന് റിസൾട്ട് വരാൻ പോവാണ്. നിങ്ങൾ സ്പിരിച്വലി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മെഡിറ്റേഷൻസ്, നിങ്ങളുടെ ഇന്നർ വർക്ക്സ്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ്, നിങ്ങളുടെ പ്രേയേഴ്സ് എല്ലാം തന്നെ ഇവിടെ ആൻസർ ദൈവം തരാൻ പോവാണ്. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഡിവൈൻ പവർ തരാൻ പോവാണ്. ഇവിടെ ഒരു ആക്ഷൻ നിങ്ങൾക്ക് റിസീവ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ ഒരു വ്യക്തിയിൽ നിന്ന്. നിങ്ങൾ അങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്യേണ്ട കേട്ടോ. പലപ്പോഴും ഈ ഒരു വ്യക്തി ഒരു കണ്ടീഷനിങ്ങിന്റെ എനർജിയിൽ നിന്നിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്, നീ മാത്രമൊന്നും അല്ല, എനിക്ക് പ്രയോറിറ്റി വേറെ പലരും ഉണ്ട്. അങ്ങനെ നിങ്ങളെ പലപ്പോഴും ഒരു ഓപ്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ പ്രയോറിറ്റി അല്ല, നിങ്ങൾ ഒരിക്കലും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ഈ ഒരു വ്യക്തി പലപ്പോഴും നിങ്ങളെ കുറിച്ച് തോന്നിച്ചിട്ടുണ്ടാവാം. അപ്പം ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഈ ഒരു വ്യക്തിക്ക് റിഗ്രഷൻ തോന്നുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾ ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾ പോയാൽ ഇവരുടെ ലൈഫിൽ ഒന്നുമില്ല എന്നുള്ള ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തി നിങ്ങളോട് മുഖത്ത് തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. വല്ലപ്പോഴും മെസ്സേജ് അയക്കുക, വല്ലപ്പോഴും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ മാത്രം സംസാരിക്കാൻ നിങ്ങൾ വിളിച്ചാലും ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഇരിക്കുക. ആ ഒരു എനർജി ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു എനർജിയിൽ ഒരു വ്യക്തി പലപ്പോഴും എന്താ പറയാ നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പലപ്പോഴും ഒരു കണ്ടീഷനിങ്ങിന്റെ എനർജീസിൽ പലപ്പോഴും നിങ്ങളുടെ മുന്നിലും കുറെ കണ്ടീഷൻസ് ഈ ഒരു വ്യക്തിക്ക് വെച്ചിട്ടുണ്ടാവാം. ഞാൻ നീയുമായിട്ട് കണക്ഷനിൽ നിൽക്കണമെങ്കിൽ ഇതൊക്കെ നീ ചെയ്യണം, ഇതൊക്കെ നീ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോകത്തുള്ളൂ എന്നുള്ള ഒരു എനർജീസിലൊക്കെ പലപ്പോഴും നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഈ ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഈ ഒരു വ്യക്തി റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷനിൽ നിന്ന് ഫസ്റ്റിലെ മൂവ് ചെയ്തിട്ടുള്ള, നിങ്ങളെ ഈ ഒരു കണക്ഷനിൽ നിന്ന് ബാക്കിലിട്ട് ഈ ഒരു വ്യക്തി സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മൊമെന്റ്സ് പോലും ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും എന്ത് മണ്ടത്തരമാണ് കാണിച്ചതെന്നുള്ള ഒരു തോട്ട്സ് വരുന്നുണ്ട്. എല്ലാം ശരിക്കും എന്റെ മണ്ടത്തരം കൊണ്ട് സംഭവിച്ചിട്ടുള്ള, എന്റെ മിസ്റ്റേക്സ് കൊണ്ടാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോൾ ലെവൽ, അത്രയും സോൾ ലെവൽ തരത്തിലൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിന് റീസൺ ഞാനാണ് എന്നുള്ള രീതിക്ക് ഈ ഒരു വ്യക്തി റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവരുടെ സൈലൻസ് എന്ന് പറയുന്നത് ഇവരങ്ങ് മൂവ് ഓൺ ചെയ്ത് പോയത് കൊണ്ടാണെന്ന്. പക്ഷെ അങ്ങനല്ല. ഇവരുടെ സൈലൻസിന് പിന്നിലുള്ള ഒരു മെയിൻ റീസൺ ഇവരുടെ റിഗ്രഷൻ ആണ്. ഇവിടെ ഈ ഒരു കണക്ഷന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിലുള്ളത്. While he is cleansing with the past divine stuck. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ ഒരു വ്യക്തി വരാതിരിക്കുന്നതിന് മെയിൻ റീസൺ ഇതാണ്. നിങ്ങളുടെ കണക്ഷനിലുള്ള ഈ ഒരു പാസ്റ്റ് എനർജി, നിങ്ങളുടെ കണക്ഷനിൽ ഈ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾക്കും ആ ഒരു കാര്യങ്ങൾക്ക് ഒരിക്കലും ഒരു വ്യക്തി പോലും മാപ്പ് നൽകുന്ന രീതിക്കുള്ള കാര്യങ്ങൾ ആയിരിക്കില്ല നിങ്ങളോട്. അത്രയ്ക്ക് നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടോ, അത്രയ്ക്ക് നിങ്ങളെ യൂസ് ചെയ്തിട്ടുണ്ടോ, അത്രയും നിങ്ങളുടെ ഇമോഷൻസും ഫീലിങ്സും വെച്ച് ഈ ഒരു വ്യക്തി കളിച്ചിട്ടുണ്ടാവാം. അപ്പം ആ ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ വീണ്ടും നമ്മൾ ആ മിസ്റ്റേക്സ് ചെയ്തിട്ടുള്ള ആളുടെ മുഖത്ത് നോക്കാൻ വേണ്ടി നമ്മളൊന്ന് പേടിക്കും. അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഇങ്ങനെ ആ ഒരു വ്യക്തിയുടെ മുന്നിൽ വീണ്ടും ചെല്ലുക എന്നുള്ള ഒരു ഫിയർ നമുക്കുണ്ടാവും. ആ ഒരു എനർജീസിലാണ് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ഇവിടെ ഇരിക്കുന്നുള്ളത്. ക്ലിയർ ആയിട്ടുള്ള മെസ്സേജസ് ആണ് ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു വ്യക്തിക്ക് ഒരു കുലുക്കവും ഇല്ല, നിങ്ങൾ ഇത്രയും ഇന്നർ വർക്ക് ചെയ്തിട്ട്. പക്ഷെ നല്ല രീതിക്ക് കുലുക്കമുണ്ട്. നിങ്ങളത് അറിയാത്തത് കൊണ്ടാണ്. നല്ല രീതിക്ക് ഈ ഒരു വ്യക്തിക്ക് ഇവരുടെ ലൈഫിൽ ഇവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇവരെന്താണോ നിങ്ങളോട് ചെയ്ത് അതിന് ഇവര് നല്ല രീതിക്ക് കർമാസ് ഫേസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കുള്ള ജസ്റ്റിക്സ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ യൂണിവേഴ്സ് ആയിട്ട് എൻട്രി ചെയ്തു. നിങ്ങളുടെ ആ ഒരു പ്രേയേഴ്സ്, നിങ്ങളുടെ ആ ഒരു കണ്ണുനീര്, നിങ്ങളുടെ ആ ഒരു എന്താ പറയാ, നമ്മളിപ്പം ഒരു കാര്യം നമ്മളിപ്പോ ഒരാളുടെ അടുത്ത് ജെന്യൂൻ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ജെന്യൂൻ ആയിട്ടുള്ള ആ ഒരു ലവിന് ഒരു വൈബ്രേഷൻ ഉണ്ട്. ആ ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത് അത് ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും കർമ്മയായിട്ട് റിട്ടേൺ വരുന്നുണ്ടാവും. നിങ്ങളുടെ ആ ഒരു സ്നേഹം ആത്മാർത്ഥം ആയതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വ്യക്തിക്ക് ഇത് റിഗ്രറ്റ് ചെയ്യാൻ തോന്നുന്നുള്ളത്. മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു ജസ്റ്റിസ് കിട്ടുന്നുള്ളത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കൊടുത്തത് കൊണ്ടാണ് ഇന്ന് ആ ആത്മാർത്ഥ സ്നേഹം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് ഈ ഒരു വ്യക്തിക്ക് കരയാനൊരു അവസരം വരുന്നുള്ളത്. സോ ഇവര് ഭയങ്കരമായിട്ട് ഡൗൺ ആണ്. ശരിക്കും ഇവർക്ക് കരയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കരയാൻ പോലും പറ്റാത്ത അത്രയ്ക്കും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻസിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത്. മൊത്തം ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഓവറോൾ എല്ലാ എനർജീസും നെഗറ്റീവ് ആയിട്ടാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത് കേട്ടോ. സോ ആ ഒരു എനർജീസ് ആണ് നമുക്കിവിടെ കാണുന്നത്. ഓക്കെ.
ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്കിൽ നൈറ്റ് ഓഫ് സോർട്സിന്റെ എനർജീസ് ആണ് വന്നിട്ടുള്ളത്. ഈ നൈറ്റ് ഓഫ് സോർട്സിന്റെ എനർജീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ഓരോ മൊമെന്റിലും നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന ഓരോ മൊമെന്റിലും ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്ന് സംസാരിക്കണം. നിങ്ങളുടെ ഇവരുടെ ലൈഫിൽ എന്താ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. എക്സാക്ട് ഇവർ ഈ ഒരു ടൈമിൽ നിങ്ങളെ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു വേർത്ത് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഇവർ നിങ്ങളോട് പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, ഇത്രയും കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ഇനി ഞാൻ എങ്ങനെ പരിഹരിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് പറയണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ ലൈഫിൽ എന്ത് നടന്നാലും നിങ്ങളോട് വന്ന് സംസാരിക്കുന്നുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ടുള്ള ടൈമുകൾ വരുമ്പോഴായിരിക്കും ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുള്ളത്. മോശമായിട്ടുള്ള ടൈമുകൾ വരുമ്പോഴായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്ന ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഹീലായി പോകുന്നുള്ളൂ. അങ്ങനത്തെ ഒരു എനർജീസ് ആണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ടൈമിൽ, ഈ ഒരു മൊമെന്റിൽ ഇവർ ലൈഫിൽ ഇത്രയും മോശപ്പെട്ടിട്ടുള്ള ഒരു ടൈം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ലൈഫിൽ നമുക്ക് നിങ്ങളെ പോലുള്ള ഒരു വ്യക്തി ഇമ്പോർട്ടന്റ് ആണെന്നുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടാവുന്നുണ്ട്. ലൈക്ക് ഇപ്പം നമ്മുടെ ലൈഫിൽ എത്ര ആളുകളുണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ ഹീൽ ചെയ്യുന്ന, നമുക്ക് ഓടി ചെന്നൊരു കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളുടെ ആ ഒരു കാര്യം കേട്ടിരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് ഒരു പരിഹാരം സജസ്റ്റ് ചെയ്യാനോ ഓരോ വ്യക്തിക്കും കേട്ടിരിക്കാനോ ഒരാൾ ഇമ്പോർട്ടന്റ് ആണ് അവരുടെ ലൈഫിൽ. അപ്പം അതുപോലത്തെ ഒരു എനർജീസ് നിങ്ങൾ ഈ ഒരു വ്യക്തി എന്ത് പറഞ്ഞാലും നിങ്ങൾ ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നായിരിക്കും. ഈ ഒരു വ്യക്തിയെ ഇമോഷണലി എല്ലാ തരത്തിലും നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഇവർക്ക് ശരിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് നിങ്ങളുടെ അടുത്തു നിന്ന് എല്ലാ തരത്തിലും ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു ടൈമിൽ ഇവര് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസിൽ ഇവരെ തന്നെ സ്റ്റക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എനർജീസ് ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ബട്ട് ഡോണ്ട് വറി, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഒരു ആക്ഷൻ നിങ്ങൾക്ക് റിസീവ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് റിട്ടേൺ വരുന്നുണ്ടാവും. ഓക്കെ, സാർ എനർജീസ് ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പ്രോമിനന്റ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത് വാട്ടർ സൈൻ ആണ് കേട്ടോ. ഇമോഷൻസിന്റെ എനർജി വാട്ടർ സൈൻ ഏറ്റവും കൂടുതലുള്ളപ്പോൾ നമുക്ക് പറയും ഇമോഷൻസ്. ഇവര് ഹേർട്ട് ഉപയോഗിച്ചാണ് ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നുള്ളത്. നേരത്തെ ഇവർ ഇമോഷണൽ ആയിട്ട് ഒട്ടും ചിന്തിക്കുന്നുണ്ടാവില്ല. ഈ ഒരു കണക്ഷന് യാതൊരു തരത്തിലുള്ള വാല്യൂവും പ്രയോറിറ്റിയും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് നേരത്തെ തന്നിട്ടില്ല എന്നുള്ളത് ഞാൻ എവിടെ വേണമെങ്കിലും എഴുതി തരാം. നിങ്ങളുമായിട്ട് കണക്ഷനിലായിട്ട് ഇരിക്കുമ്പോൾ ഈ ഒരു വ്യക്തി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവരുടെ മൈൻഡാണ്, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തതാണ്. ഇവർ എക്സാക്ട് എന്താണോ ആ ഒരു എനർജി നിങ്ങളെ കാണിച്ചിട്ടില്ല. നിങ്ങളുമായിട്ട് ജെന്യൂൻ ആയിട്ടും സീരിയസ് ആയിട്ടും ഇവർ ഇരുന്നിട്ടില്ല. പൊളിറ്റിക്സിന്റെ എനർജിയാണ്. ഒരു വ്യക്തി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം, ഏത് തരത്തിൽ അവരെ കണക്ട് ആയി കഴിഞ്ഞ് ഏത് തരത്തിൽ അവരെ നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും, നമ്മളിലേക്ക് അഡിക്റ്റഡ് ആക്കി വെക്കാൻ പറ്റും, നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള, വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള, വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ ഒരു ടൈമിൽ, ഈ ഒരു സെപ്പറേഷന്റെ ഈ ഒരു ഫേസിൽ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ ഏതോ ഒരു ടൈമിൽ ഇവർ ഇമോഷണലി കണക്റ്റഡ് ആയി. ആ ഒരു ടൈമിൽ ഇവർക്ക് നിങ്ങളോടുള്ള ഒരു അട്രാക്ഷനും, നിങ്ങൾ പറയുന്നുണ്ടോ മാം അങ്ങനെയാണെങ്കിൽ അവർ പലപ്പോഴും എൻ്റെ അടുത്ത് ബെഗ് ചെയ്ത് വന്നിട്ടുണ്ടല്ലോ, ഞാനായിട്ട് കണക്റ്റഡ് ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ, ഓൺ ആൻഡ് ഓഫ് എനർജീസ് വരുന്നിട്ടുണ്ടല്ലോ, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടല്ലോ. യെസ്, ജെനുവിൻ ആയിട്ടുള്ള കാര്യമാണ്, അവർ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ഒരു എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പലപ്പോഴും ആ ഒരു എനർജി അട്രാക്ഷൻ ആയിട്ടാണ് ചിന്തിച്ചിട്ടുള്ളത്. ഒരിക്കലും ഇഷ്ടം എന്നുള്ള ഒരു എനർജിയിൽ ചിന്തിച്ചിട്ടില്ല. ഇതൊരു അട്രാക്ഷൻ ആണ്. ഓൾറെഡി ഇതെല്ലാം അവർക്കും ഉണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് ഇവർ അത്രയും ധൈര്യത്തോടു കൂടി നിങ്ങളെ ഇട്ടിട്ട് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് പോയിട്ടുള്ളത്. ബിക്കോസ് എനിക്ക് അവരില്ലെങ്കിൽ ഞാൻ ഓക്കെയാണ്, ഫൈനാണ്, ഞാൻ മുന്നോട്ടേക്ക് പോകും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഈ ഒരു വ്യക്തിക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു സ്റ്റെപ്പ് ബാക്ക് നിങ്ങൾക്ക് ഇവിടെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത്. ബട്ട് നൗ ഇൻ ദിസ് മൊമെന്റിൽ ഇവർക്ക് നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട്, ഇത്ര മാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള ഒരു കാര്യം ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജസ് ആണ് കേട്ടോ. സോ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് 8 വീക്സ് ആ ഒരു ടൈം ഞാൻ നേരത്തെ പറഞ്ഞത്, ചിലർക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ടൈമിൽ ഓടി വന്ന് ഇവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാവും. മെസ്സേജ് അയക്കുന്നത് നിങ്ങൾ കെയർഫുൾ ആയിട്ടിരിക്കുക. നിങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട് ഡീൽ ചെയ്യുക. കാരണം ഈ ഒരു വ്യക്തി നൈറ്റ് ഓഫ് സോഴ്സിന്റെ എനർജീസ് ആണ്. വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്ര അവൈലബിൾ ആണ്, നിങ്ങൾ ഇവരെ കുറിച്ച് ഇത്രയും കാലം ചിന്തിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു എന്നുള്ള ഒരു എനർജിയിലൊന്നും നിൽക്കരുത്. ജസ്റ്റ് കാഷ്വൽ ആയിട്ട് ടോക്ക് ചെയ്യുക. വന്നു കഴിഞ്ഞാൽ പോവാതിരിക്കുന്നിട്ട് നിങ്ങളും കുറച്ച് മൈൻഡ് യൂസ് ചെയ്യും. ഇത്ര കാലം അവർ മൈൻഡ് യൂസ് ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾ മൈൻഡ് യൂസ് ചെയ്യണം. അതാണ് എൻ്റെ ഒരു ഗൈഡൻസ്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. കറന്റ് ഫീലിംഗ്സ് പ്ലീസ്. ഫിയർ ഉണ്ട് നന്നായിട്ട്. നിങ്ങൾ ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെ റിജക്ട് ചെയ്യുമോ എന്നുള്ള ഒരു ഫിയർ നല്ല രീതിക്കുണ്ട്.
അതുകൊണ്ട് അവർ കോളോ ടെക്സ്റ്റോ ഒന്നും ചെയ്യാതിരിക്കുന്നത്. പക്ഷെ ഇവരുടെ മൈൻഡിൽ ഡീപ്പ് ഇൻസൈഡ് ഇവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ്. നിങ്ങൾ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ആ ടൈമിൽ മാത്രമായിരിക്കും എനിക്ക് എനർജീസ് എക്സ്ചേഞ്ച് ചെയ്യാൻ. നിങ്ങളുടെ റീഡിങ്സ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. എന്നപ്പോഴായിരിക്കും പുതിയ 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 എനർജീസ് വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളെ ചാനലുമായിട്ട് ആരാണോ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് അവരുടെ എനർജീസ് ആയിരിക്കും വരുന്നുണ്ടാവും. ഓക്കെ. അതുപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാം. പിന്നെന്താണ്, പിന്നൊന്നുമില്ല. സോ താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ.